ക്വിക്കായിട്ടൊന്ന് ഞാൻ ഇതിൻ്റെ ഫുൾ സൈഡൊന്ന് ഞാൻ കാണിച്ചു തരാം. 4 സൈഡൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഓരോ പാർട്ട് ബൈ പാർട്ട്, ഫ്രണ്ട്, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. Love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. സത്യം പറഞ്ഞാൽ ഹുഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ, കാരണം റിയലി മാസീവ് ലുക്കോട് കൂടിയാണ് ശരിക്കും ഈ ഒരു LX600 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ശരിക്കും ക്യാമറ താഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു യു ഷേപ്പിലൂടെ കാണാം. സോ ഒരു ഹുഡിൻ്റെ ഒരു പവർ ശരിക്കും, അല്ലെങ്കിൽ ഹുഡിൻ്റെ ഒരു വൃത്തിക്ക് കറക്റ്റ് നല്ല ലക്ഷറി ആയിട്ട് തന്നെ വണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് 100% നമുക്ക് ഈ ഒരു ഹുഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് നേരെ താഴോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ലെക്സസ് വളരുന്തോറും ഗ്രില്ല് കൂടുന്നുണ്ടെന്നുള്ള സംശയമുണ്ട്. കാരണം ഒരുപാട് ഗ്രില്ലുകൾ ഇതിന് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം സ്റ്റെപ്പായി ഒരുപാട് ഗ്രില്ലുകൾ മുമ്പിലുണ്ട്. ഓരോ ഗ്രില്ലും നല്ല ക്രോമിയം ഫിനിഷോട് കൂടിയിട്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. എത്ര ഗ്രില്ലുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 10-15ഓളം ഗ്രില്ലിൻ്റെ അടുത്തോളം ഇത് മുഴുവനായിട്ടുണ്ട്. സോ ഈ ഒരു ലെക്സസിൻ്റെ നമുക്ക് സെൻട്രലായിട്ട് നമുക്ക് ലെക്സസിൻ്റെ എംബ്ലം കാര്യങ്ങൾ അല്ലെങ്കിൽ ബാഡ്ജിങ് കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ക്ലിയറായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ താഴെ തന്നെ നമുക്കൊരു ക്യാമറ യൂണിറ്റ് കാണാം. ഈ ഒരു ക്യാമറ യൂണിറ്റ് 360 ആണ്. 360 ഡിഗ്രി ഒരു ക്യാമറ യൂണിറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ക്യാമറ യൂണിറ്റിന് താഴെ കുറച്ചും കൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ലിപ്പ് പാർട്ടും കൂടി കാണാം. വണ്ടീൻ്റെ താഴെ നേരെ ആയിട്ടുള്ള ലിപ്പ് പാർട്ടും കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഹെഡ്ലൈറ്റ് ലാമ്പ് അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് യൂണിറ്റും കാണാൻ പറ്റും. ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെ ഒരു 3 ചാമ്പറുകളായിട്ടാണ് ഹെഡ്ലൈറ്റ് യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നേരെ താഴെ തന്നെ ഒരു ഇൻഡിക്കേഷൻ്റെ ഒരു യൂണിറ്റും കൂടി നമുക്കിവിടെ വിസിബിളാണ്. സോ റിയലി നൈസായിട്ടാണ് അത് ഒരു ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു റിഫ്ലക്ഷൻ യൂണിറ്റ്, ഒരു വളരെ ചെറിയ പീസായിട്ടുള്ള റിഫ്ലക്ഷൻ യൂണിറ്റും കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നേരെ താഴത്തോട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഫോഗ് ലാമ്പ്, വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഫോഗ് ലാമ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിന് മുകളിലൊരു ചെറിയ സെൻസറാണെന്ന് തോന്നുന്നത്. ഫോഗ് ലാമ്പിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്കൊരു സെൻസർ യൂണിറ്റും നമുക്ക് കാണാൻ പറ്റും. ഈ സെയിം സൈഡ് ഇത്രയാണ് നമ്മുടെ ഈ മുമ്പിലെ ഈ ഒരു വ്യൂ വരുന്നതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സെൻസിങ് വൈപ്പേഴ്സ് കാര്യങ്ങളാണ് വരുന്നത്. റിയലി ഓട്ടോമാറ്റിക് സെൻസിങ് വൈപ്പേഴ്സ് കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 22 ഇഞ്ച് വലിപ്പമുള്ള ടയേഴ്സ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 22 ഇഞ്ചോട് കൂടി ടയേഴ്സ് കാര്യങ്ങളും വിത്ത് അലോയ് ആണ്. ഓൾമോസ്റ്റ് ഒരു 10 സ്റ്റെമ്പ് 12 സ്റ്റെമ്പിനടുത്തോളം വലിപ്പമുള്ള അലോയ് വീൽ, നല്ല വൃത്തിക്കുള്ള അലോയ് വീല് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അലോയ് വീലിൻ്റെ നടുവിൽ തന്നെ നമുക്കൊരു ലെക്സസിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളും കാണാൻ പറ്റും. റിയലി നൈസായിട്ടുള്ള ബാഡ്ജിങ്ങും കാര്യങ്ങളും കാണാൻ പറ്റും. അത് വൃത്തിക്കായിട്ടുള്ള ടയറ് കാര്യങ്ങൾ. ഈ വണ്ടിക്ക് ബ്ലാക്ക് കളറിനെ ഇണങ്ങുന്ന അതേ രീതിയിലുള്ള ടയർ, അലോയ് വീല് സെറ്റപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നേരെ നമുക്ക് സൈഡ് മിററിലേക്ക് പോയി കഴിഞ്ഞാൽ ഇലക്ട്രോണിക്കലി ഉള്ളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മിററും കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. ഈ മിററിനൊപ്പം തന്നെ നമുക്കൊരു ക്രോമിയം ഫിനിഷോട് കൂടി ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റും കൂടി ഇവിടെ കാണാൻ പറ്റും. ഒരു ഇൻഡിക്കേഷൻ യൂണിറ്റും കൂടി നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ വണ്ടിയുടെ ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത്. സത്യം പറയുന്നത് ടെയിൽ ചാമ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ടെയിൽ ഗേറ്റ് സിംഗിളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടെയിൽ ഗേറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റിഫ്ലക്ഷൻ യൂണിറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേഷൻ യൂണിറ്റും താഴെ കാണാൻ പറ്റും. റിഫ്ലക്റ്റീവ് എന്ന രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്ന യൂണിറ്റ് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പാർട്ട്
നമ്മുടെ ഇത്രയും ലക്ഷം അല്ലെങ്കിൽ കോടി രൂപ കൊടുത്ത് വാങ്ങുന്ന, ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്ന വണ്ടിക്ക് എന്തൊക്കെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അതിന് മെയിനായിട്ട് നമ്മൾ അറിയാനുള്ളത്. സോ നോർമലായിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളാണ് വരുന്നിരിക്കുന്നത്. പിന്നെ ഇതിന് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് വേണമെങ്കിൽ കീ ഇട്ടിട്ടും ക്ലോസ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള ഒരു ലോക്ക് കാര്യങ്ങളാണ് വരുന്നിരിക്കുന്നത്. എന്താണെന്നല്ല, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഡോർ തുറക്കുന്ന സൈഡിലായിട്ട് നമുക്കിവിടെ നല്ല ക്രോമിയം ഫിനിഷോട് കൂടി നമുക്കിവിടെ ഒരു ലൈന് കൊടുത്തിരിക്കുന്നത് കാണാം. സോ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇൻറ്റീരിയർ കാണാൻ പറ്റും. സ്റ്റെപ്പിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും വേണം, കാരണം അത്രയും ഉയരം ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഒരു ഫൂട്ട് വെച്ച് നമുക്കിവിടെ പിടിച്ച് തീർച്ചയായിട്ടും കയറേണ്ടതിനുണ്ട്. അപ്പോൾ ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ നമ്മുടെ ലെക്സസ് നല്ല ബിൽഡ് ചെയ്ത് വെച്ച്, നമ്മുടെ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിംഗ് ഹാൻഡിക്രാഫ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. കാരണം മാനുവലി മെഷീൻസ് ഒന്നും യൂസ് ചെയ്യാതെ മാനുവലി ചെയ്തിരിക്കുന്ന ഇതാണെന്നും പറയുന്നുണ്ട്. സോ ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊക്കെ ലെതറാണ്. ഈ ഒരു കളർ കാണുന്നത് മൊത്തം ലെതർ കൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഡോറിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സെറ്റുകൾ കാണാം. അപ്പോൾ സെറ്റ് 1, 2, 3 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡോർ അൺലോക്ക് ചെയ്യുന്ന ഒരു ഹാൻഡിൽ കാണാം. അതിന് ഒരു ഫെയ്ഡ് സിൽവർ ഫിനിഷോട് കൂടി ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ നമുക്കൊരു വുഡ് ട്രിം, അതായത് നമ്മുടെ മരം ഉപയോഗിച്ചിട്ടുള്ള ചെയ്തിരിക്കുന്ന ഒരു വുഡ് ട്രിം നമുക്കിവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നേരെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കളറോട് കൂടി വരുന്ന ഇൻറ്റീരിയർ മൊത്തം ഇൻസൈഡ് വരുന്നത് ലെതർ കോട്ടിങ്ങോട് കൂടിയാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ നേരെ താഴെ ഒരു ഫയൽ പോക്കറ്റും തൊട്ടടുത്ത് തന്നെ നമുക്കൊരു സ്പീക്കറും കാണാൻ പറ്റും. ഈ ഒരു ഡോറിൽ തന്നെ ഓട്ടോമാറ്റിക് ലോക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ലോക്കും റെയർ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വളരെ രസകരമാട്ടോ. ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, ഫ്രണ്ട് ബാക്ക് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ കുറച്ച് ഡയറക്ഷൻ മാത്രം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡോറിൻ്റെ 4 വിൻഡോസും കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഇതിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നൊരു വ്യൂ, സത്യം പറഞ്ഞാൽ ഏത് ഹൈറ്റ് ഇല്ലാത്ത ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ അത്ര ഉയരമില്ലാത്ത ആളായിക്കോട്ടെ, ഇതിൻ്റെ കറക്റ്റ് നമുക്ക് ആ ബോണറ്റ് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ആ യു കട്ട് വരെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഈ സ്റ്റിയറിംഗ് സത്യം പറഞ്ഞാൽ റിയലി കംഫർട്ടബിളാണ്. സത്യം പറയുകയാണെങ്കിൽ എന്താ പറയുക, കൈ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ തോന്നില്ല എന്ന് പറയല്ലോ. അപ്പോൾ ആ ലെവലിൽ ചെയ്തിരിക്കുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഇതൊരു ഓട്ടോ ട്രാൻസ്മിഷൻ വെഹിക്കിളാണ്. സോ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കാര്യങ്ങളുടെ അതിൻ്റെ ലിവർ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഓട്ടോമാറ്റിക് ആണെങ്കിൽ കൂടി ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ 4 വീൽ ഡ്രൈവ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് വരുന്നത് ഡിജിറ്റൽ അനലോഗാണ്. നമ്മുടെ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ എല്ലാം വരുന്ന ഡിജിറ്റൽ അനലോഗാണ്. സോ അത് നമ്മുടെ നോർമൽ ടൈപ്പല്ല. നമ്മുടെ ലെക്സസിനൊക്കെ നമുക്ക് നോർമൽ ടൈപ്പായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ ഇതിന് നമ്മളിപ്പോൾ ഡിജിറ്റൽ അനലോഗാണ്. പിന്നെ ഇതിൻ്റെ നേരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു മോണിറ്റർ സ്ക്രീൻ 1, 2 സ്ക്രീനുകളായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ 2 സ്ക്രീനുകളിൽ തന്നെ താഴത്ത് കുറച്ച് ഈ സ്ക്രീനുകളിൽ തന്നെ നമ്മൾ ക്രോമിയം ഫിനിഷോട് കൂടി ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു AC വെൻറ്റും കാണാൻ പറ്റും. ഒരു 1, 2 AC വെൻറ്റുകൾ അടുപ്പിച്ച് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റോറേജ് സ്പേസ് കൂടി നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൂടി നമുക്ക് കാണാൻ പറ്റും. ഒരു കൂളറാണ്, അത്യാവശ്യം നല്ല നീളത്തിലുണ്ട് കേട്ടോ. എൻ്റെ കൈ ഇത്ര പോകുന്നുണ്ട്. ഒരു കുപ്പിയൊക്കെ വെച്ച് അത്യാവശ്യം കൂൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൂളർ കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് ഫ്രണ്ടത്തെ റോയിൽ വിശേഷങ്ങൾ. ഇനി നമുക്ക് സെക്കൻഡ് റോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഒരു രസകരമായ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പഴയ മോഡൽ ലോക്ക് ഉണ്ടല്ലോ, നമ്മുടെ പഴയ വണ്ടിക്ക് ഉണ്ടാകുന്നിട്ട് നമ്മൾ പൊന്തുന്നേയും താഴ്ന്നേയും ആ ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് റോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ, സെക്കൻഡ് റോയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് സെയിം തന്നെ നല്ല റോയിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ നല്ല ലെതർ ഫിനിഷോട് കൂടി നമുക്ക് ഫിനിഷിങ് കാണാൻ പറ്റും. പിന്നെ ഇതൊക്കെ ശരിക്കും പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഈ ഒരു കളറോട് ബിൽഡ് ചെയ്യുന്നത് മൊത്തം ലെതറാണ്. പിന്നെ ഹൈലി ഷൈനി ആയിട്ട് നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടി ഒരു ഹാൻഡിൽ ഗ്രിപ്പോട് കൂടി ഒരു ഹൈലി ഷൈനി എന്ന് പറയാൻ പറ്റും. അത്ര നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഓരോ ഡോറിലും ഓരോ സ്പീക്കർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്പീക്കറാണ് കാണുന്നത്. അതിനടുത്ത് തന്നെയായിട്ട് ഒരു ചെറിയൊരു ഫയൽ പോക്കറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്.
പിന്നെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്, ഡോർ ഓപ്പൺ ആണെന്നുള്ളതിൻ്റെ ഒരു ലൈറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് റോയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ലെക്സസ് എഴുതിയ ഒരു ബാഡ്ജിങ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കൊടുത്തത് കാണാൻ പറ്റും. അതൊരു സിൽവർ ബാക്ക്ഗ്രൗണ്ടിലൊരു വൈറ്റായിട്ട് നമുക്ക് കൊടുത്തത് കാണാൻ പറ്റും. സോ കുറച്ച് ഈസി അല്ല കയറാൻ, കുറച്ച് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഹൈറ്റുള്ള, സോ വണ്ടി കുറച്ച് ഉയരമുള്ളത് കൊണ്ട് കുറച്ച് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണുന്ന ഒരു ചെറിയൊരു സ്ക്രീൻ, ഒരു മോണിറ്ററാണിത്. ഒരു മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കറൻ്റ്ലി ഓഫാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു മോണിറ്ററാണ്. ഈ ഒരു മോണിറ്ററിൽ നമുക്ക് വീഡിയോസ് കാര്യങ്ങളെല്ലാം പ്ലേ ചെയ്ത് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ അവിടെ 2 സീറ്റിൻ്റെ അടുത്തായിട്ട് അങ്ങനെ ഒരു ഓപ്ഷന് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് റൂഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു LED ലൈറ്റ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ട്, ഹാൻഡ് ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് തന്നെ ഒരു AC വെൻറ്റും കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് പിന്നെ സെൻട്രലായിട്ട് തന്നെ ഒരു AC വെൻറ്റ് കാര്യങ്ങളെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ AC കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള, അതായത് ഡ്രൈവർ ഡിസ്റ്റർബ് ചെയ്യേണ്ട, നമുക്ക് പാസഞ്ചർക്ക് തന്നെ ഈസി ആയിട്ട് AC കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം അവർ നൽകിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ബാക്കത്തെ വിശേഷങ്ങൾ വരുന്നത്. ഈ ബാക്ക് ഡോറിലുമുണ്ട് നമ്മുടെ ഒരു നോർമൽ ടൈപ്പ് അൺലോക്കിംഗ് ലോക്കിംഗ് സിസ്റ്റം. സോ ഇത്രയൊക്കെയാണ് ബാക്കത്തെ വിശേഷങ്ങൾ വരുന്നത്. ടെയിൽ സെക്ഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ നല്ലൊരു 360 വ്യൂ ഉള്ള ക്യാമറാസ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പോയിലർ കുറച്ച് നല്ല ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്ത് വെച്ച സ്പോയിലർ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്കൊരു വൈപ്പർ കാണാൻ പറ്റും ലെക്സസ് എന്നുള്ള. പിന്നെ LXൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെക്സസ് എഴുതി വെച്ചതും നല്ല വൃത്തിയിൽ കാണാൻ പറ്റും. പിന്നെ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ എവിടെയൊക്കെ ലാൻഡ് ക്രൂയിസറിൻ്റെ ക്രോസ് ഉണ്ടോ എന്നുള്ള സംശയം നമുക്ക് വരും. കാരണം തീർച്ചയായിട്ടും ലെക്സസ് ലാൻഡ് ക്രൂയിസറിൻ്റെ അതെ ടൊയോട്ടയുടെ ഒരു ബ്രാൻഡ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ലെക്സസ് LXൻ്റെ വിശേഷങ്ങൾ.